IPC വകുപ്പുകൾ അനുസരിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പുള്ളി. ഒരുപാട് വകുപ്പുകൾ അല്ലേ? അദ്ദേഹം ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് അതിനകത്ത് എനിക്കൊന്ന് ഇതിന്റെ സഫറിങ്ങിന്റെ ഒരു ഘോഷയാത്ര തന്നെ അദ്ദേഹം പറയുണ്ടായി. അത് ഞങ്ങൾ വിക്ടിം ആയി കഴിയുമ്പോൾ നമ്മൾ അത് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ആദ്യം ആ പെയിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാവും, ഹോപ്പുണ്ട്, ജീവിക്കാം, മുന്നോട്ട് പോവാം, സൊസൈറ്റി ഒക്കെ പേടിച്ചിട്ട് മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ച് പുറത്തേക്ക് ചാടാനുള്ള എനർജി നഷ്ടപ്പെടും. അപ്പൊ അതിനുള്ളിൽ കിടന്നിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഒരു കാര്യം തുറന്ന് പറഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള കേസുകൾ ചിലപ്പോൾ പറയുന്നുണ്ട്. എനിക്ക് ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അഡ്വക്കേറ്റ്സിന് തന്നെ ഞങ്ങള് മനസ്സിലാവില്ല, മാഡത്തിന് ഞങ്ങള് മനസ്സിലാവും, വേറെ ആരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അത് ഇത്രയല്ലേ ഉള്ളൂ, ശരിയാവും അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറയും ചിതലരിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചിറകടിച്ച് പറക്കുന്നതാണ്.